ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കേക്ക് മുറി വീഡിയോ ആണ്. കേക്ക് മുറിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാരണമുണ്ട്. അതിലൊന്നെന്ന് പറയണത് ആദർശ് ഷേണായിക്ക് 50K അടിച്ചു, പിന്നെ പൂർണിമ റാണിക്ക് 100K അടിച്ചു ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്കൊരു കേക്ക് മുറി, ഒരു മധുരം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ചു. ഒരു വീഡിയോ ആയിട്ട് എടുക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു മൊമെൻ്റ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ട്. അതായത് നമ്മൾ വീഡിയോ എടുത്തു തുടങ്ങിയ കാലം തൊട്ടേ എനിക്ക് തോന്നുന്നു 3000 ഫോളോവേഴ്സ് അത്രേ ഉള്ളായിരുന്നു. അപ്പം നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ മില്യൺസ് കയറുമെന്നുണ്ടെങ്കിലും ആ ഫോളോവേഴ്സിനൊരു ഹൈപ്പ് വരുന്നില്ലായിരുന്നു. അപ്പം അപ്പോഴേ തൊട്ട് നമ്മളിങ്ങനെ ആലോചിക്കുമോ എനിക്ക് എന്നൊക്കെ 10K അടിക്കും, എന്നൊക്കെ ഇനി 50K അടിക്കും എന്നൊക്കെ ഇങ്ങനെ. അപ്പം എനിക്ക് തോന്നുന്നു അധികം വൈകാതെ തന്നെ അത് നേടാൻ പറ്റി. പൂർണിമയും നമ്മളായിട്ട് വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോൾ പുള്ളിക്കാരിക്ക് 50-60 ആയിരുന്നു. അതിപ്പോൾ 100K ആയി. ആദർശിന് ഒരു കൂടിപ്പോയ 4000 സബ്സ്ക്രൈബേഴ്സ്, അതിപ്പോൾ 50K ആയി. പിന്നെ 2000 എങ്ങാണ്ടാ കിടന്ന് എനിക്ക് 10K ആയി. അത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പേ 10K ആയി. അപ്പം ഇതെല്ലാം ഒരു ആഘോഷിക്കേണ്ട ഒരു കാര്യമാണ് എന്നെനിക്ക് ഒരു തോന്നലുണ്ട്. അപ്പം 10K ആയാലും ഇപ്പം കേക്ക് മുറിക്കാനൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ആ ഒരു 50K ആയതുകൊണ്ട് കേക്ക് മുറിച്ച് അത് സെലിബ്രേറ്റ് ചെയ്ത് അതൊരു സന്തോഷമല്ലേ. എനിക്ക് തോന്നുന്നു അതൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയൊരു മൊമെൻ്റാണ്. എന്തൊക്കെയോ കുറേയൊക്കെ കഷ്ടപ്പെട്ടു, കുറേയൊക്കെ ഓടി കിടന്ന് ഇപ്പോഴും ഓടുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ എന്തോ ഒരു സ്റ്റെപ്പ് എന്നുള്ളൊരു സാധനം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ ആഘോഷിക്കാതെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അത് നേടിയതിനൊരു ഇതില്ലാതായിപ്പോ. അപ്പം അതുകൊണ്ട് കേക്ക് മുറിച്ച് ഒന്ന് സന്തോഷിക്കാന്ന് വെച്ചു. പിന്നെ ഈ കേക്ക് മുറിക്കണ കേസ് ആദർശിന് പൂർണ്ണിമയ്ക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പം നമ്മളിപ്പം ഇന്ന് കണ്ടന്റ് വീഡിയോ എടുക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പം ആദർശിൻ്റെ വീട്ടിൽ കൊടപ്പനക്കുന്നില്, അപ്പോഴ് അവിടെ വെച്ച് കേക്ക് മുറിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ കേക്ക് വാങ്ങിക്കാൻ പോകുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് കുറേ പറഞ്ഞു, നീ എന്ത് സമയത്തിന് വരാത്തത്, ബ്ലാ 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 അങ്ങനെ കുറേ പറഞ്ഞു. കേക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോഴെങ്കിലും സന്തോഷമാവും തോന്നുന്നു. അപ്പം ഞാൻ രണ്ടുപേർക്കും കൂടെ ഒരു കേക്കാണ് വാങ്ങിക്കാൻ പോണത്. താങ്ക് യു ഗൈസ്. അങ്ങനെ ഞങ്ങൾ കേക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. അത് വാങ്ങിച്ചത് ഷെഫ്സ് കേക്ക് വേൾഡ് ഉള്ളൂർ. കോമഡി എന്നറിയാമോ, ഞാനിത് ചെയ്യുമെന്നവരൊട്ടും പ്രതീക്ഷിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. ഭയങ്കര വെയിലായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല നേരെ സ്ക്രീനിൽ. അപ്പം ഞാനിപ്പോൾ അതാ അങ്ങോട്ട് കൊടപ്പനക്കുന്നിലോട്ട് പോകാൻ പോകും. സർപ്രൈസ് ആവുമോ ഇല്ല എന്ന് എനിക്കറിയില്ല. ഞാൻ കേക്ക് വച്ചോണ്ടുന്ന സമയം എന്തായാലും കൊള്ളാം. ഇവിടെ ആകാശം ചേച്ചി ആദിവാസി കിട്ടുന്നു, ആദർശ പൂർണിമ താലമ്പ എല്ലാവരും ഉണ്ട്. എന്നെ ഇപ്പം കളിയാക്കും. 50Kയുടെ കേക്ക്. ഒരു 50K 100K കേക്ക്. അല്ല, ശരിക്കും ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയി, കരിക്ക് അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച്. കാരണം എല്ലാ ശുഭകാര്യത്തിനും ഇത്തിരി ശുഭാപ്തി വിശ്വാസം നല്ലതാണെന്ന് പറയും പോലെ ഭയങ്കര ഇന്ന് പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ ഇതൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ, കേക്ക് മുറിക്കുമെന്നൊക്കെ. ഒരിക്കലും. കാരണം പക്ഷെ ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ ഗൈസ് കേക്ക് കിട്ടി. അതുകൊണ്ടോ, രണ്ടും ഉണ്ടോ അതിനകത്ത്? ഷേ 100K പൂർണിമയുടെയും 50K എന്റെയും. അപ്പൊ നീ 100K എന്റെ കൂടെ എടുത്തിട്. നിനക്ക് 100K ആയത് 50K ആദർശ്, 100K ഇമ. അത് കൊള്ളാല്ലേ? നീ പൂർണിമ ഷുഗർ കട്ടല്ലേ? നീ എന്ത് ചെയ്യാൻ പോണു? 50,000 സബ്സ്ക്രൈബർ ആവാൻ വേണ്ടി സൗദാമിനിയുടെ വലിയൊരു പങ്കുണ്ട്. 50K സബ്സ്ക്രൈബർ ആയതിന്റെയും 100K ആയതിന്റെയും സൗദാമിനിയുടെ നല്ലൊരു കറക്റ്റ് സമയം അവളിവിടെ വന്നല്ലടാ. എല്ലാരും ഉണ്ട്. അപ്പൊ കേക്ക് മുറിക്കാൻ പോവാണ്.
അർഷനിയും കൂടെ വാ. ആശ വാ ഇല്ല വാ. വാ ഇതിന്റെ തല ഇതിന് പറയുന്നുണ്ട്. ക്യാമറ പരിപാടികളെല്ലാം സെറ്റ് ചെയ്ത് തന്നത് അജേഷ് ചേട്ടനാണ്. പല തലയും വർഷയുടേതാണ്, മീൻസ് കണ്ടന്റിന്റെ. അപ്പം പിടിച്ചോ. റെഡി 1 2 പിടി. റെഡി 1 2 3 ഒരാളും കൂടെ കൈ വെയ്. 3 പേര് മുറിക്കില്ലേ ഒരു കാര്യം. 3 പേര് ഇറങ്ങി തിരിച്ചാ വെയ്. അയച്ചേട്ടാ വെയ് വാ. അയച്ചേട്ടാ വെയ് വാ. അയച്ചേട്ടാ വെയ് വാ 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 വാ. ഓക്കെ റെഡി പിടിച്ചോ. റെഡി 1 2 3. ഹാപ്പി ബർത്ത്ഡേയാ. 100K 50K 50K 100K 50K 100K. ഏത് കേക്കടേ. ഓക്കെ ഈ അർഷനി കൊടുക്കട്ടെ നീ. ശരിയാണ് മെയിൻ തല. വിജയുടെ വീഡിയോ വഴി തള്ളക്കൂടി കേൾപ്പിച്ച താലമ്മ വിജയ് അജേഷേട്ടാ. ഇനി ഏറ്റവും ലാസ്റ്റ് ഞാൻ ചേച്ചിക്ക് കൊടുക്കുള്ളൂ, കാരണം അടുത്ത ആഴ്ച ചേച്ചിയുടെ കേക്ക് മുറിയുണ്ട്. ചുമ്മാ. അപ്പൊ താങ്ക് യു ഫോർ ഓൾ. ഇന്ന് എന്റെ അക്കൗണ്ട് 99K ആവും. കുഴപ്പമില്ല. 100K അടിച്ച മേച്ചുവിന് നമ്മളെല്ലാവിധ കാട്ടു വെച്ചു. പൂർണിമയ്ക്ക് എനിക്ക് തോന്നുന്നു 100 അടിച്ചിട്ട് ഏകദേശം 1.5 വർഷം അങ്ങനെ നിൽക്കുകയാണ് guys. ഞാൻ ആരെടുത്ത് പറഞ്ഞില്ല, എനിക്കറിയാം. ആരും അൺഫോളോ അടിച്ചിട്ട് പോകരുത്. പിന്നെ ഈ പൂർണ്ണിമയ്ക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ട്. ഇതാണ് സൗദാമിനി, നമ്മളെ വീഡിയോയിലെ കനൈൻ ആക്ട്രസ്. ഇവള് കാരണം എത്ര വീഡിയോ കയറിപ്പോയില്ലേ. സൗദിന് സന്തോഷത്തിന്റെ മധുരത്തിന്റെ. അങ്ങനെ ഞങ്ങളെ കനൈൻ ആക്ട്രസും കേക്ക് കഴിച്ചിരിക്കുകയാണ് ഗേസ്. ഇതിന് കേക്കില്ല. അടുത്തതായി നമ്മള് മറ്റേ വെഡിങ് കാർഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവേണ്. അതെന്റെ വീഡിയോയിൽ കാണൂല, അത് ആദർശയുടെ അക്കൗണ്ടിൽ തന്നെ നോക്കണം. കാർഡ് പൊട്ടിക്കുന്നതിന്റെ ബിഹൈൻഡ് ദ സീൻസ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര തള്ളാണ് ഗൈസ്. കാർത്തിക് സൂര്യ ആവാനുള്ള നമുക്ക് നോക്കാം അതൊരു പോകും. ഇതെല്ലാം പാക്ക് ചെയ്താണ് എനിക്ക് തന്നിട്ടുള്ളത്. ഇതാണ് കാർഡ്. അപ്പം എടുക്കാം. ഹായ്. ശരിക്കും നമ്മൾ 3 പേരും ഒന്ന് ഭയങ്കര ഹാപ്പിയാണ്, വേറൊന്നുമല്ല. എന്റെ അക്കൗണ്ടിൽ 99K ആവും. പൂർണിമയ്ക്ക് 100K ഫോളോവേഴ്സ് ആയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമില്. എനിക്ക് 50K ആയി, വർഷയ്ക്ക് 10K ആയി. ഇതെല്ലാം നടന്നത് ഈ ജൂലൈയിലാണ്. വരൂ. അപ്പൊ ഇത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്ത ഈ 50,000 പേർക്കും 1,00,000 പേർക്കും 10,000 പേർക്കും എല്ലാവർക്കും 7,000 പേർക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഈ സപ്പോർട്ട് ഇനിയും ഉണ്ടായിരിക്കണം. താങ്ക് യു.